എല്ലാ കൂട്ടുകാർക്കും വി വി മാത്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയും. ആ ചാപ്റ്ററാണ്, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യത്തിൻ്റെ, അതായത് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 11 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം എന്താണ്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3 cm, 4 cm, 6 cm. ഡ്രോ ഡിഫറെന്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ. അതെന്താ പറഞ്ഞത്? ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3 cm, 4 cm, 6 cm. നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. 3 cm, 4 cm, 6 cm സൈഡ്സ് ഉള്ള. എന്നിട്ട് എന്ത് ചെയ്യണം? ഡ്രോ ഡിഫറെന്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ. ഡ്രോ ഡിഫറെന്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഡിഫറെന്റ് 3 റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ എന്ന് പറഞ്ഞു. അപ്പൊ സെയിം ഏരിയയിൽ അത് നമ്മൾ ഇങ്ങനെ ഈ തന്നിരിക്കുന്ന സൈഡ്സിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ടോ ആ സെയിം ഏരിയയിൽ നമ്മളോട് 3 ഡിഫറെന്റ് റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ABC ഞാനിവിടെ കൊടുത്തിട്ട് 3 cm, 4 cm, 6 cm വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യം AB വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മള് കോമ്പസിനകത്ത് 4 cm എടുത്തിട്ട് ആർക്ക് വരയ്ക്കും. പിന്നെ B സെന്റർ പോയിന്റ് ആക്കി വെച്ചിട്ട് 3 cm ആർക്ക് വരയ്ക്കുന്നു. രണ്ടുകൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് C എന്ന് പേര് കൊടുത്തു. യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടി. അതായത് നമ്മുടെ ക്വസ്റ്റിനകത്തുള്ള ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, 3 ട്രയാങ്കിൾസ് കൂടെ വരയ്ക്കണം. അതും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. വിത്ത് ദ സെയിം ഏരിയ, ഇതേ ഏരിയയിലായിരിക്കണം. ആദ്യം നമ്മൾ നേരത്തെ പഠിച്ച തിയറി അനുസരിച്ച് ഏതാണോ ബേസ് എടുക്കുന്നത് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, പാരലൽ ലൈൻ വരയ്ക്കണം അല്ലെ. അതിനകത്ത് എവിടെ പോയിന്റ് വന്നു കഴിഞ്ഞാലും അതിൽ നിന്നുള്ളൊക്കെ നമ്മൾ ബേസ് ആക്കി AB ബേസ് ആക്കി വരയ്ക്കുകയാണെങ്കിൽ എല്ലാ ട്രയാങ്കിളിലും സെയിം ഏരിയ ആയിരിക്കും അല്ലെ. അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്ത് ചെയ്യാം, ABക്ക് പാരലൽ ആയിട്ട് ലൈൻ സിയിലൂടെ വരയ്ക്കാം. ഓക്കെ, നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് എയിൽ നിന്ന് നമ്മൾ കോമ്പസിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു റേഡിയസ് എടുക്കുകയാണ്. റേഡിയസിൽ ആർക്ക് വരയ്ക്കുകയാണ്. ആർക്ക് വരയ്ക്കണം എന്നില്ല, ഇങ്ങനെ 2 പോയിന്റ്സ് ഇതിനകത്ത് വരച്ച് വെച്ചാൽ മതി. ഓക്കെ, ഈ സെയിം റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് C എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസ് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് അപ്പുറത്ത് നമ്മൾ ആ പോയിന്റിനകത്തേക്കുള്ള ആംഗിൾ നമ്മുടെ കോമ്പസിനകത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതേ സെയിം പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ആർക്കിൽ ഇവിടെ അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ഓക്കെ, യെസ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിലൂടെ പാരലൽ ലൈൻ വരയ്ക്കാം. ഈ പോയിന്റ്സിലൂടെ നമുക്ക് പാരലൽ ലൈൻസ് വരയ്ക്കാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ നമ്മുടെ ഈ സിയിലൂടെ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതായത് 90 ഡിഗ്രി നമ്മൾ എയിൽ നിന്ന് വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ വരയ്ക്കാം. യെസ്, പെർപെൻഡിക്കുലർ വരയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ലൈനിന്റെ ഈ സൈഡ് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ലേശം മുടക്കി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഓക്കെ, ആദ്യം നമ്മൾ എയിൽ നിന്നാണ് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. ആ പെർപെൻഡിക്കുലർ നമ്മുടെ ഈ ലൈനിൽ ഇന്റർസെക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ട്രയാങ്കിളിന്റെ പോയിന്റ് കിട്ടും. ഇവിടെ നോക്കാം എങ്ങനെ വരയ്ക്കുന്നതാണ്. എ സെന്റർ പോയിന്റ് ആക്കി വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുകയാണ്. അതായത് പെർപെൻഡിക്കുലർ ആണ്, എയിൽ നിന്നുള്ള ഒരു പെർപെൻഡിക്കുലർ ആണ് വരയ്ക്കുന്നത്. വരയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ ആദ്യം ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഓക്കെ, അതിനുശേഷം ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ സെയിം റേഡിയസിൽ ഈ ആർക്കിനെ കട്ട് ചെയ്യാണ്. 2 പോയിന്റിലും കട്ട് ചെയ്തു. കണ്ടില്ലേ, ഇത്രയും വരച്ച് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിനുശേഷം ഈ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിൽ നിന്ന് വീണ്ടും സെയിം റേഡിയസിൽ എന്ത് ചെയ്യുന്നു,
ഞാനിതാ ഇവിടെ ഇങ്ങനൊരു ആർക്ക് വരച്ചു, ഇവിടെയും ആർക്ക് വരയ്ക്കും. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഈ പോയിന്റിലൂടെ എ യോജിപ്പിക്കുക. ഓക്കെ, നമ്മൾ എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ പെർപെൻഡിക്കുലർ ലൈന് നമ്മുടെ ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ പാരലൽ ആയിട്ടുള്ള ലൈനിൽ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് കണ്ടില്ലേ? അതിന് നമ്മൾ ഡി എന്ന് പേര് കൊടുക്കണം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡിയും ബിയും കൂടെ ജോയിൻ ചെയ്യിക്കാം. ജോയിൻ ഡി ആൻഡ് ബി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ബി ഡി എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടോ? ട്രയാങ്കിൾ എ ബി ഡി ഇവിടെ വരച്ച് മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ആ പെർപെൻഡിക്കുലർ എവിടെ ഇന്റർസെക്ട് ചെയ്യും? നമ്മുടെ ഈ ലൈനിനകത്ത് ഇന്റർസെക്ട് ചെയ്യും. അതായത് ഇവിടെ നമ്മൾ ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നു. നമ്മുടെ എ ബി എന്ന് പറയുന്ന ഈ ബേസിന് പാരലൽ ആയിട്ട് വരുന്ന ഈ ലൈനിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അതിന് നമുക്ക് ഇ എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇയും ബി എയും കൂടെ ജോയിൻ ചെയ്യിക്കാം. കണ്ടില്ലേ? ഇപ്പൊ എന്ത് കിട്ടി? ഇവിടെ വരുന്ന ഈ ഒരു ട്രയാങ്കിൾ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കണ്ടോ? ആദ്യം നമുക്ക് കിട്ടിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതാ എ ബി ഡി. കണ്ടില്ലേ? ഇവിടെ വരുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നെക്സ്റ്റ് സെക്കൻഡ് നമുക്ക് കിട്ടിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി ഇ എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. വരച്ച് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ ഉള്ളൂ. ഇനി ഒരെണ്ണം കൂടെ വേണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യാം? ബേസ് ഒന്ന് മാറ്റിയെടുക്കാം. എ ബി എന്ന് പറയുന്ന ഈ ബേസ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ സി എ സി എന്ന് പറയുന്ന ബേസോ അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്നതോ ബേസ് ആക്കി എടുക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എ സി എന്ന് പറയുന്ന ഈ സൈഡ് നമ്മൾ ബേസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാണ്? ബി ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ബിയിലൂടെ എ സിക്ക് പാരലൽ ആയിട്ട് വരയ്ക്കാം. ബി സിക്ക് പാരലൽ ആയിട്ട് ബിയിലൂടെ വരച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ദിസ്, ഇതുപോലെ പോകും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം? നമ്മൾ എയിൽ നിന്ന് പെർപെൻഡിക്കുലർ നമ്മുടെ ഈ ലൈനിലേക്ക് വരച്ചു കഴിഞ്ഞാൽ, എയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തി. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഇയു ആയിട്ട് ജോയിൻ ചെയ്യിക്കാം. ഇത് ഡിഫറെന്റ് ഫിഗേഴ്സ് ആയിട്ട് വരയ്ക്കാം. ഞാനിപ്പോ എല്ലാം കൂടെ ഒരെണ്ണത്തിലാണ് ഡിനോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം, പിന്നെ സെക്കൻഡ് രണ്ടാമത് വേറൊരെണ്ണം വരയ്ക്കാം, മൂന്നാമത് വേറൊരെണ്ണം കൂടെ വരയ്ക്കാം. അങ്ങനെ ഡിഫറെന്റ് ഫിഗേഴ്സിലാവുമ്പോൾ ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഫിഗറിനകത്ത്. ഓക്കെ, ഇപ്പൊ വരയ്ക്കേണ്ടത് എങ്ങനെയാന്ന് സിമ്പിൾ ആയിട്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഏതെങ്കിലും ഒരു ബേസ് എടുത്തിട്ട് നമുക്ക് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാം. എന്നിട്ട് വേറൊരു ബേസ് എടുക്കുക, അതിന്റെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അവിടെ ഒരെണ്ണം കൂടെ വരയ്ക്കാം. അപ്പൊ 1 അല്ല 2 അല്ല 3 അല്ല നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലെ? യെസ്, പിന്നെയും വരയ്ക്കാൻ പറ്റും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പേജ് നമ്പർ 11 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഡ്രോ ദ ട്രയാങ്കിൾസ് ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. ഡ്രോ ട്രയാങ്കിൾസ് ABP, BCQ and CAR of the same area with the measurements given below. Angle BAP is equal to 90 degree, angle BCQ is equal to 60 degree, angle ACR is equal to 30 degree. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ്, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ. 2 സൈഡ്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? ട്രയാങ്കിൾ ABP, ട്രയാങ്കിൾ BCQ, ട്രയാങ്കിൾ CAR. ഇങ്ങനെ 3 ട്രയാങ്കിൾസ് വരയ്ക്കണം. അതിന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട്. ആംഗിൾ BAP is equal to 90 degree, ആംഗിൾ BCQ is equal to 60 degree and ആംഗിൾ ACR is equal to 30 degree. എല്ലാ ട്രയാങ്കിളിലും എന്തായിരിക്കണം? സെയിം ഏരിയ ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന അതേ ട്രയാങ്കിളിലെ ഏരിയ തന്നെ ആയിരിക്കണം എല്ലാത്തിനും. സെയിം ഏരിയയിലാണ് ഈ 3 ട്രയാങ്കിളും വരയ്ക്കേണ്ടത് അല്ലേ? യെസ്.
അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് എ ബി പി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ എ ബി പി. അതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എ ബി എന്ന് പറയുന്ന സൈഡ് 7 സെന്റിമീറ്ററിൽ വരയ്ക്കും. എ ബി നമുക്കറിയാം ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലെ, നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ എ ബി നമ്മൾ 7 സെന്റിമീറ്റർ എടുത്ത് വരച്ചു. ഓക്കെ, യെസ്. ഇനി എന്താ പറഞ്ഞത്, എ ബി പി, ആംഗിൾ എ ബി പി എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണെന്ന് പറഞ്ഞത്, സോറി, ആംഗിൾ ബി എ പി സിക്കൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി എ പി അതായത് ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഒന്ന് വരച്ചു നോക്കാം. ഏതാണ്, എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് തന്നിട്ടില്ലേ നമുക്ക് 60 ഡിഗ്രിയിൽ. ആ ട്രയാങ്കിൾ ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം ഞാൻ ഇവിടെ എ ബി എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ എ ഇസിക്കൽ എത്രയാണ് തന്നിരിക്കുന്നത്, 60 ഡിഗ്രിയിലാണ്. അപ്പൊ നമ്മളിവിടെ 60 ഡിഗ്രി അടയാളപ്പെടുത്തുകയാണ്. 60 ഡിഗ്രി. ഓക്കെ, ഇതവിടെ 60. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പ്രൊട്രാക്ടർ വെച്ചിട്ട് ആംഗിൾ മെഷർ ചെയ്യുന്നതും അതുപോലെ അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, 6ാം ക്ലാസ്സിൽ 6th സ്റ്റാൻഡേർഡിലൊക്കെ. അപ്പൊ ഞാനിതാ ഇവിടെ 60 ഡിഗ്രി അടയാളപ്പെടുത്തി കഴിഞ്ഞ ശേഷം അതിനകത്ത് കൂടെ വരയ്ക്കുകയാണ്. യെസ്, ഈ ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഈ ആംഗിൾ 60 ഡിഗ്രി. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ, എ സി 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ സി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. ഞാനിതാ ഇവിടെ ഇങ്ങനെ 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നത്. അവിടെ 5 സെന്റിമീറ്റർ. ഞാനിവിടെ 10 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട്. കുറച്ച് ലാർജ് പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കറക്റ്റ് മെഷർമെന്റിലാണ് വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ 5 സെന്റിമീറ്റർ. അവിടെ ഇതാണ് സി, എ സി എന്ന് പറയുന്ന പോയിന്റിലെ സി. ഇതാണ് ജോയിൻ ബി സി. ബിയും സിയും കൂടെ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ട്രയാങ്കിൾ എ ബി സി കിട്ടി. ഇനി എന്താ പറഞ്ഞത്, സെയിം ഏരിയയിൽ ട്രയാങ്കിൾ എ ബി പി വരയ്ക്കണം. എ ബി പി അല്ലെ, ട്രയാങ്കിൾ എ ബി പി വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ആംഗിൾ ബി എ പി സീക്വൽ ടു എന്തായിരിക്കണം, 90 ഡിഗ്രി. ബി എ പി, പി എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരണം, അപ്പോ നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ നമ്മൾ സിയിലൂടെ വരയ്ക്കണം അല്ലെ. അതിനകത്താണ് ആര് വരിക, നമ്മുടെ പി എന്ന് പറയുന്ന പോയിന്റ് വരിക. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ എന്ത് കിട്ടും, എ ബി പി എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ സെയിം ബേസ് ആണ്. പിന്നെയോ അത് നമ്മുടെ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്ന പാരലൽ ലൈനിലാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ് വരുന്നത്. സോ സെയിം ഏരിയ ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എ ബിക്ക് പാരലൽ ആയിട്ട് സിയിലൂടെ ഒരു ലൈൻ വരയ്ക്കണം. നേരത്തെ വരച്ചതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനിപ്പോ ജസ്റ്റ് ഇതാ ഇവിടെ ഇങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഓക്കെ, നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ നേരത്തെയൊക്കെ നമ്മൾ ഇവിടുത്തെ ആംഗിൾ എടുത്തിട്ടായിരുന്നു ഇതിന്റെ പാരലൽ ലൈൻ വരച്ചത്. അപ്പോൾ ഞാനിത് അവിടെ എടുക്കുകയാണ്. ഇവിടെ എടുത്തിട്ട് ഞാനിത് അവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. ഈ സെയിം റേഡിയസിൽ ഇതാ ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെയും സെയിം റേഡിയസിൽ ആർക്ക് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ആംഗിൾ നമ്മുടെ ഈ കോമ്പസിനകത്ത് എടുക്കുക. കറക്റ്റ് ആയിട്ട് ഈ കോമ്പസിനകത്ത് നമ്മൾ ആംഗിൾ എടുത്തു കഴിഞ്ഞ ശേഷം ഇതാ നമ്മുടെ നേരത്തെ ഈ ലൈൻ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ഇതാ ഈ ആർക്കിൽ അടയാളപ്പെടുത്തും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പോയിന്റിലൂടെ നമ്മുടെ സിയിലും ഈ പോയിന്റിലും കൂടെ ജോയിൻ ചെയ്തിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ എ ബിക്ക് പാരലൽ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതിനകത്ത് കൂടെ ലൈൻ വരയ്ക്കണം. സി എന്ന് പറയുന്ന പോയിന്റിനോട് മാറ്റിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പാരലൽ ലൈൻ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്,
നമുക്കറിയാം ഇപ്പോൾ പാരലൽ ലൈൻ കിട്ടി. ഈ ലൈനിൽ എവിടെ നമ്മൾ പോയിന്റ് ഇട്ടിട്ടും എയിലേക്കും ബിയിലേക്കും കണക്ട് ചെയ്ത് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിനെല്ലാറ്റിനും എന്തായിരിക്കും? സെയിം ഏരിയ ആയിരിക്കും. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ? അത് തന്നെയാണ് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ട്രയാങ്കിൾ എ ബി പി ആണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ട്രയാങ്കിൾ എ ബി പിയിലെ ആംഗിൾ ബി എ പി = 90 ഡിഗ്രിയാണ് പറഞ്ഞത്. അപ്പൊ പി എന്ന് പറയുന്ന എ ബി പി എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനിലാവും ഉണ്ടായിരിക്കുക, ഈ പാരലൽ ലൈനിൽ. അപ്പൊ എവിടെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തന്നത്? ഈ ആംഗിൾ 90 ഡിഗ്രി തന്നത്. ഏത് ആംഗിളാണ്? ബി എ പി. അതായത് ബി എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ആംഗിൾ 60ക്ക് പകരം എന്ത് വരണം? 90 ഡിഗ്രി വരണം അല്ലെ? യെസ്, 90 ഡിഗ്രി വരാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 90 ഡിഗ്രി എങ്ങനെ വരയ്ക്കുക? കോമ്പസ് യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ മതി അല്ലെ? ഒരു പെർപെൻഡിക്കുലർ വരച്ചു നോക്കാം നമുക്ക്. പെർപെൻഡിക്കുലർ എല്ലാവർക്കും കോമ്പസ് എടുത്ത് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ കോമ്പസ് കൊണ്ട് ആദ്യം ഒരു ആർക്ക്, ഇഷ്ടമുള്ള റേഡിയസിൽ, എത്ര വേണമെങ്കിലും റേഡിയസ് എടുക്കാം. ആ റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് സെയിം റേഡിയസിൽ ഇതാ ഈ നേരത്തെ വരച്ച ഈ ആർക്കിനെ ഇവിടെ കട്ട് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ കട്ട് ചെയ്തു കണ്ടോ? എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും ഇവിടെ ആർക്ക് വരയ്ക്കുന്നു. ഈ പോയിന്റിൽ നിന്ന് ഈ ആർക്കിനെ ബേസ് ഇതാ കട്ട് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യാം? ഈ പോയിന്റിലൂടെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇതാ ഞാൻ എയെ ഈ പോയിന്റിലൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് നീട്ടി വരയ്ക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പൊ എയിൽ നിന്ന് 90 ഡിഗ്രി ആംഗിൾ, ഇതാണ് 90 ഡിഗ്രി ആംഗിൾ കേട്ടോ. ഈ 90 ഡിഗ്രി ആംഗിൾ എന്ത് ചെയ്തു? വരച്ചു അല്ലെ? ആംഗിൾ ബി എ പി = 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി വന്നപ്പോൾ ഇവിടെ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു. ഇതാണ് എന്ത്? പി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ബിയും പിയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ബിയും പിയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ എ ബി പി. അപ്പൊ ഇനി അടുത്ത ട്രയാങ്കിൾ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അടുത്ത ട്രയാങ്കിൾ ബി സി ക്യൂ ആണ് അല്ലെ? ട്രയാങ്കിൾ ബി സി ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എവിടെയോ ഒരു പോയിന്റ് ഇടാം അല്ലെ? അപ്പോൾ ആംഗിൾ ബി സി ക്യൂ 60 ഡിഗ്രിയും പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ബി സി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനകത്ത് എവിടെയോ ആണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ബി സി ആണ് എന്ത് വരുന്നത്? ബേസ് ആക്കി പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഏതിൽ വരണം? ഈ ബി സിക്ക് പാരലൽ ആയിട്ട് വരുന്ന ലൈനിൽ വരണം. അപ്പൊ ബി സിക്ക് പാരലൽ വരയ്ക്കുമ്പോൾ ഏതിലൂടെയാണ് വരിക? എ എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് പാരലൽ വരുന്നത്. അപ്പൊ ബി സി ബേസ് ആക്കി എടുക്കുമ്പോൾ എ എന്ന് പറയുന്ന ഈ പോയിന്റിലൂടെ നമ്മൾ പാരലൽ വരയ്ക്കാം. നോക്കാം എങ്ങനെയാണ് എ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാരലൽ വരയ്ക്കാന്ന്. ഞാൻ ജസ്റ്റ് ഈ ലൈനിനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ ലൈന് ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. എ എന്ന് പറയുന്ന എയിലേക്കുള്ള ഈ ലൈൻ ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഓക്കെ, ഇനി ഞാൻ ബി സിക്ക് പാരലൽ ആയിട്ട് എയിലൂടെ ബി സിക്ക് പാരലൽ വരയ്ക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ സിക്ക് അകത്ത്, സി എന്ന് പറയുന്ന ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ആംഗിൾ അടയാളപ്പെടുത്തും, ഒരു ആർക്ക് വരയ്ക്കാം. കണ്ടാ, ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഇതേ സെയിം ആർക്ക് എവിടെ വരയ്ക്കണം? നമ്മുടെ എ എന്ന് പറയുന്ന ഈ പോയിന്റ് നിന്നും വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇതാ ഈ ആംഗിൾ മെഷർ ഇത് ജസ്റ്റ് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം അങ്ങോട്ടേക്ക്. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ആംഗിൾ നമ്മൾ എന്ത് ചെയ്യാം? കോമ്പസിനകത്ത് എടുക്കുക. കോമ്പസിനകത്ത് ഈ ആംഗിൾ എടുത്തു. ഇതാ ആ സെയിം ആംഗിൾ ഞാനിതാ ഇവിടെ അടയാളപ്പെടുത്തുന്നു. കണ്ടില്ലേ? യെസ്. ഇനി എന്ത് ചെയ്യാം? ഈ പോയിന്റിലൂടെ ഈ പോയിന്റും എയും കൂടെ ജോയിൻ ചെയ്യിച്ചിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈന് ബി സിക്ക് പാരലൽ ആയിരിക്കും. നോക്കാം, ഞാൻ ഈ പോയിന്റിലൂടെ വരയ്ക്കുകയാണ് ബി സിക്ക് പാരലൽ ആയിട്ടുള്ള ലൈന്. ഇപ്പൊ ഈ ലൈനും നമ്മുടെ ഈ ബി സി എന്ന് പറയുന്ന ലൈനും എന്താണ്? പാരലൽ ലൈൻസ് ആണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബി സി ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ആണ് കിട്ടുന്നത്. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? ഈ ലൈനിലായിരിക്കും
അപ്പൊ ആ ക്യൂ എവിടെ എങ്ങനെയാണ് കിട്ടുക? ഈ ബി സി ക്യൂ എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബി സി ക്യൂ എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കണം? 60 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തുക. 60 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് വരച്ച് നോക്കാം. 60 ഡിഗ്രി ഇതാ ഞാനിവിടെ ഇങ്ങനെ കോമ്പസ് സെറ്റ് ആക്കി വെച്ചു. എന്നിട്ട് 60 ഡിഗ്രി ഇവിടെ ഇങ്ങോട്ടേക്ക് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതാ ഇവിടെയാണ് വരുന്നത്. അടയാളപ്പെടുത്തി 60 ഡിഗ്രി അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ ലൈൻ വരയ്ക്കുന്നു. ഈ പോയിന്റ് ഇവിടെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ പാരലൽ ലൈനിൽ ഇതാ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നു ആ 60 ഡിഗ്രി. ദിസ് ഈസ് ദ പോയിന്റ് ക്യൂ. എന്നിട്ട് എന്ത് ചെയ്യാം? ബിയും ക്യൂവും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബി സി ക്യൂ ഇത് 60 ഡിഗ്രിയാണ്. അപ്പൊ ബി സി ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇവിടെ നമ്മൾ രണ്ടാമത് എടുത്തതിൽ എന്താണ് ബേസ് ആക്കി എടുത്തത്? ബി സി ആണ് ബേസ് ആക്കി എടുത്തത്. യെസ്. പക്ഷെ ഇവിടെ എന്താണ് ആംഗിൾ എത്ര തന്നിരിക്കുന്നത്? 60 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ബി സി ട്രയാങ്കിൾ ബി സി ക്യൂ കിട്ടി. ഇത് സെയിം ഏരിയ തന്നെ ആയിരിക്കും. നമ്മൾ നേരത്തെ ബേസ് ആക്കി എടുത്ത ഏതായിരുന്നു? എ ബി ആയിരുന്നു ബേസ് ആക്കി എടുത്തത് അല്ലെ? 7 സെന്റിമീറ്റർ. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് ഇത്രേ വരത്തുള്ളൂ അല്ലെ? ഇപ്പൊ നമ്മൾ എന്താ എടുത്തത്? ബേസ് ബി സി ആണ് ബേസ് എടുത്തത്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് ഈ ഹൈറ്റിനേക്കാൾ എന്ത് ചെയ്യും? കൂടും. അപ്പോഴാണ് ഏരിയ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ ബി സി ബേസ് ആക്കി എടുക്കുമ്പോൾ ഹൈറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് വരിക. നമുക്ക് ഏതൊരു ട്രയാങ്കിളിന്റെയും ബേസ് ഏതാണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ് ഹൈറ്റ് കിട്ടുക അല്ലെ? ഇവിടെ നമ്മൾ നേരത്തെ ബേസ് എ ബി ആണ് എടുത്തത്. അപ്പൊ 7 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഏതാ ബേസ് എടുത്തത്? നമ്മള് ബി സി ആണ് എടുത്തത്. അപ്പൊ 7 സെന്റിമീറ്റർ ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതിനേക്കാൾ കുറവായതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് ഹൈറ്റ് ഇവിടെ മാറ്റം വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെയിം ഏരിയ കിട്ടും. ഇവിടെ ഒരേ ട്രയാങ്കിളിൽ തന്നെ നമുക്ക് ഏത് 3 സൈഡ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസ് എടുക്കാം. ഏത് സൈഡ് വേണമെങ്കിൽ നമുക്ക് ബേസ് ആക്കി എടുക്കാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിലൂടെ ആയിരിക്കും ഹൈറ്റ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് അതിനകത്തുള്ള തേർഡ് ട്രയാങ്കിൾ നോക്കാം. തേർഡ് ട്രയാങ്കിൾ ഏതായിരുന്നു? ട്രയാങ്കിൾ സി എ ആർ ആണ് വരയ്ക്കേണ്ടത്. അതിൽ തന്നിരിക്കുന്നത് എന്താ? ആംഗിൾ എ സി ആർ = 30 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മളെ പഴയ ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഞാൻ അതിനെ കുറച്ച് ചെറുതാക്കിയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതിനകത്ത് സി എ ആർ, സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ, സി എ എന്ന് പറയുന്ന സൈഡ് ഇവിടെ ഉണ്ട്. അപ്പൊ ആർ എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? ഈ ബിയിലൂടെ എ സിക്ക് പാരലൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. അതിനകത്താണ് ആരുണ്ടാവുക? ആർ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും അല്ലെ? യെസ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എ സിക്ക് പാരലൽ ആയിട്ട് ബിയിലൂടെ ഒരു ലൈൻ വരയ്ക്കണം. നോക്കാം, വരച്ചു നോക്കാം. എ സിക്ക് പാരലൽ ആയിട്ട് ബിയിലൂടെ ലൈൻ വരയ്ക്കാം. നമുക്കറിയാം നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു ആർക്ക് വരയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാനിത് അവിടെ ആർക്ക് വരച്ചു. അതേ സെയിം ആർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതാ ഇവിടെയും വരയ്ക്കണം. ഓക്കെ, അതിനുശേഷം ഈ ആംഗിൾ നമ്മൾ കോമ്പസിനകത്ത് കറക്റ്റ് ആയിട്ട് എടുക്കുകയാണ് വേണ്ടത്. ആംഗിൾ കോമ്പസിനകത്ത് എടുത്തു. ആ ആംഗിൾ നമ്മൾ ഈ ആർക്കിനകത്ത് അടയാളപ്പെടുത്തുക. ഇവിടെയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ലൈനിലൂടെ, ഈ പോയിന്റിലൂടെ നമ്മൾ ലൈൻ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാ ബി എന്ന് പറയുന്ന ഈ പോയിന്റും നമ്മൾ പാർക്ക് കട്ട് ചെയ്ത ഈ പോയിന്റും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? യോജിപ്പിച്ചിട്ട് ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ സിക്ക് പാരലൽ ആയിട്ടുള്ള ലൈൻ വരച്ചു. ഇതിനകത്താണ് ആയിരിക്കുന്നത്? ആർ എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. സോ ആംഗിൾ എ സി ആർ = 30 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലെ? ആംഗിൾ എ സി ആർ = 30 ഡിഗ്രി, അതായത് എ സി ആർ ഇവിടെ വരുന്ന ആംഗിൾ എത്ര വരേണ്ടത്? 30 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ കോമ്പസ് വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് ഈ ആംഗിൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. 30 ഡിഗ്രി എ സി ആർ ആണ് 30 ഡിഗ്രി പറയുന്നത്. അപ്പൊ എ സി അല്ലെ? ആർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് 30 ഡിഗ്രി എടുക്കുകയാണ്. 30 ഡിഗ്രി ഇവിടെയാണ്. നമ്മൾ എന്ത് ചെയ്യാം? ഇതിലൂടെ എങ്ങനെ ലൈൻ വരച്ച് നോക്കാം. നമ്മളിവിടെ ഇതാണ് 30 ഡിഗ്രിയുടെ ആംഗിൾ വരുന്നത്. അപ്പൊ നമ്മൾ ഈ 30 ഡിഗ്രി ആംഗിൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ചു. അപ്പൊ ഇവിടെ എന്താ? ഇത് 30 ഡിഗ്രിയാണ് വന്നത് കേട്ടോ, 30 ഡിഗ്രി. അപ്പൊ ഈ ലൈൻ ഇങ്ങോട്ടേക്ക് വരച്ചപ്പോൾ ഇവിടെ ഇന്റർസെക്ട് ചെയ്തു. ഈ പോയിന്റ് ആണ് എന്ത്? ആർ എന്ന് പറയുന്നത്.
ഇത് നമ്മൾ എന്ത് ചെയ്യണം? എയും ആറും കൂടെ ജോയിൻ ചെയ്യിക്കുക. എയും ആറും കൂടെ ജോയിൻ ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ACR എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടി. ഇതാ ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതാണ് ട്രയാങ്കിൾ ACR. ഓക്കെ, യെസ്. അപ്പോൾ ഇതിലെ ബേസ് ആയിട്ട് വരുന്നത് ഏതാണ്? AC ആണ് വരുന്നത് അല്ലേ? ഹൈറ്റ് അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഏതാണ്? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് ഹൈറ്റ് ആയിട്ട് എടുത്തു, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ അതിന് സെയിം ഏരിയ തന്നെ നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന രണ്ട് ട്രയാങ്കിളിന്റെയും അതേ ഏരിയ തന്നെയാണ് ഈ ട്രയാങ്കിളും വരുന്നത്. ഈ ആംഗിൾ നമ്മൾ മെഷർ ചെയ്തു, എത്രയാ? 30 ഡിഗ്രിയാണ് വരുന്നത്. ട്രയാങ്കിൾ ACR അല്ലെങ്കിൽ CAR, ട്രയാങ്കിൾ CAR. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള 2 പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.